വൃത്തികെട്ടത് എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരണം. അതിനെ അനുവദിക്കണം. നമ്മൾ അത് വിട്ട് കളയണം. അപ്പോൾ മനപ്രയാസം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മനപ്രയാസം, അസ്വസ്ഥത, ഇതിനേക്കാൾ രസം മറ്റുള്ളവർ. ഏറ്റവും അപകടം എന്ന് പറയുന്നത് സൗന്ദര്യം. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ഏറ്റവും വലിയ അപകടം പിടിച്ച മേഖല എന്ന് പറയുന്നത് സ്ത്രീയുടെ സൗന്ദര്യം. എന്ന് വെച്ചാൽ നമ്മൾ വീക്കാണ്. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അനുഭവത്തിൽ തെളിയാത്തവനാണ് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ, സ്ത്രീയുടെ ശരീരത്തിൽ പെട്ടുപോകുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ പെട്ടുപോകുന്നവൻ അനുഭവത്തിൽ പുരുഷനായിട്ടില്ല, പുരുഷത്വം കൈവരിച്ചിട്ടില്ല. മനസ്സിലായി? പുരുഷത്വം കൈവരിക്കാത്തിടത്തോളം കാലം സ്ത്രീക്കാണ് പ്രാപ്തി. സ്ത്രീയുടെ കൺട്രോളിലായിരിക്കും. മനസ്സിലായ? സ്ത്രീയുടെ കൺട്രോളിലായിരിക്കും. എപ്പോഴാണ് സ്ത്രീയുടെ കൺട്രോളിൽ നിന്ന് മാറുന്നത്? അപ്പോഴാണ് പുരുഷനാകുന്നത്. സ്ത്രീയുടെ ലൈംഗിക ആകർഷണത്തിൽ നിന്ന് എപ്പോൾ മാറാൻ സാധിക്കുന്നു? അപ്പോഴാണ് നമുക്ക് തെളിച്ചമുണ്ടാകുന്നത്. അപ്പോഴാണ് നമുക്ക് തെളിച്ചത്തിൽ തുടരാൻ പറ്റുന്നത്. ആ ലൈംഗികത ഉണ്ടെങ്കിൽ ആ ലൈംഗികത ഉണ്ടാകുമ്പോഴെല്ലാം മനസ്സിലാക്കുക സ്ത്രീയുടെ ശരീരത്തിൻ്റെ സ്വാധീനത്തിലാണ്. അതിൽ നിന്ന് കരകയറാതെ അനുഭവത്തിൽ തുടരാൻ പറ്റത്തില്ല. അനുഭവത്തിൽ തുടരുമ്പോൾ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് മാറും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? സ്ത്രീ സൗന്ദര്യം. സ്ത്രീയുടെ ശരീരം നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം പോരാ. ആംബിയർ പോരാ. എന്നാ പോയി വെള്ളം എടുത്തുണ്ട്. നമ്മളിൽ അനുഭവത്തിൽ തുടരുമ്പോൾ നമുക്ക് ആരെയും കളിയാക്കാനോ പുച്ഛിക്കാനോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ത്രീയുടെ ശരീരത്തിൻ്റെ സ്വാധീനത്തിൽ ആകത്തില്ല. ഏറ്റവും അപകടം പിടിച്ചത് എന്താണ്? സ്ത്രീയുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ പെട്ടുപോകുന്നതാണ്. അത് സ്ത്രീയല്ലത്. അത് സ്ത്രീയല്ല. അതല്ല സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയുടെ സ്വാധീനത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മുടെ ജീവനുമായിട്ട് ബന്ധമില്ല. അത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അവിടെ പുരുഷനില്ലാത്തത് കൊണ്ടാണ്, പുരുഷൻ്റെ അഭാവത്തിലാണ്, പുരുഷൻ്റെ സാന്നിധ്യമില്ല അവിടെ. മനസ്സിലായോ? ശരീരം മാത്രമേ ഉള്ളൂ, സ്ത്രീയുമില്ല. മനസ്സിലായോ? കാരണം അവിടെ ആസക്തി മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നുമില്ല, ആസക്തി മാത്രമേ ഉള്ളൂ. അതിന് നൈമിഷികതയേ ഉള്ളൂ. അവിടെ ഒരിക്കലും അനുഭവത്തിൽ തുടരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നതിൽ നിന്ന് സ്ത്രീത്വം എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് മാറണം. എന്ന് വെച്ചാൽ അനുഭവമാകണം. സ്ത്രീയിൽ നിന്ന് സ്ത്രീത്വത്തിലോട്ട് മാറണം. സ്ത്രീത്വം എന്ന് പറയുമ്പോൾ അനുഭവത്തിലെത്തി. മനസ്സിലായോ? എൻ്റെ സുഹൃത്താണ്. എന്താ സുഹൃത്താകാൻ കാരണം? എനിക്ക് അത് മേടിച്ചു തരുന്നു, എനിക്ക് ഇത് മേടിച്ചു തരുന്നു, എനിക്ക് അപകടം വരുമ്പോഴൊക്കെ വിളിച്ചാൽ ഓടി വരും. അത് സുഹൃത്തല്ല. സൗഹാർദ്ദമെന്ന് പറയുന്നത് എല്ലാവരോടും എല്ലായ്പ്പോഴും ഉള്ള അനുഭവമാണ് സൗഹാർദ്ദം. അതാണ് സുഹൃത്ത് ബന്ധമാണ് സൗഹാർദ്ദം. എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞാൽ സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇക്വിലിബ്രിയമാണത്. ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് സൗഹാർദ്ദം. എന്നുവെച്ചാൽ സർവ്വതുമായിട്ട് ഇവിടെ രൂപം കൊണ്ട് നിൽക്കുന്നതിനെ ഒന്നിനെയും നമ്മൾ അവഹേളിക്കാതെ പോകുന്നതാണ്. അതാണ് സൗഹാർദ്ദം. ഇപ്പം നമ്മളവിടെ ചെന്നപ്പോൾ ഓഷോയുടെ മെഡിറ്റേഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ എന്തോ കാണിച്ചിട്ട് മനസ്സിലായി, അവരിങ്ങനെ ഓക്കെ. അവിടെയാണ് നമ്മൾ സൗഹാർദ്ദത്തിൽ. അത് നമുക്ക് അതിനകത്ത് ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഒന്നും പാടില്ല.
കാരണം അവർ പറയും, നോക്കി ഇത് ഓഷോ മെഡിറ്റേഷൻ ഇങ്ങനെയാണ്, എന്തോ ചെയ്തിട്ട് എടുത്തിട്ട് ഷ്യൂ, മനസ്സിലായോ, ഷ്യൂ, ഓക്കെ, ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. നോക്കി നമ്മളങ്ങനെ കാണിക്കുന്നു, മനസ്സിലായി. നമ്മൾ ഒരിക്കലും അവഹേളിക്കരുത്. അതാണ് സൗഹാർദ്ദം. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ആക്ഷേപിക്കരുതും അവഹേളിക്കരുതും, മനസ്സിലായി. ഒരിക്കലും അവഹേളിക്കരുത്, മനസ്സിലായി. മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു കാരണവശാലും അവഹേളിക്കരുത്. എന്തുകൊണ്ട് അവഹേളിക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് നമ്മൾക്ക് അനുഭവം ഇല്ല. ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയാണ്. നമുക്ക് അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല. അപ്പം എവിടെ നമ്മൾ മറ്റുള്ളവരെ അവഹേളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവഹേളിക്കപ്പെടുകയാണ്. നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ ശരീരത്തെ നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. വളരെ വലിയ ദുരന്തങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് സൗകര്യമല്ല ഉണ്ടാകുന്നത്, നമുക്ക് അസൗകര്യം ഉണ്ടാകണേന്ന്, മനസ്സിലായോ? നമ്മൾ ഭയങ്കര വലിയ മറ്റൊരാളെ കളിയാക്കുന്നു, ഇയാളെന്ത് പൊട്ടത്തരമാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ അയാൾ ചെയ്ത പൊട്ടത്തരത്തേക്കാൾ കൂടുതൽ നമ്മളാണ് പൊട്ടത്തരത്തോട്ടായത്. അത് മറ്റൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ ആ ഭാഗത്ത് ചെയ്തു പോകാതിരിക്കാൻ അയാൾ കൊണ്ട് പറ്റത്തില്ല. അയാളുടെ ജീവിതം മെച്ചപ്പെടുന്ന ഭാഗമാണത്. പക്ഷെ നമ്മുടെ ജീവിതം അധപ്പതിച്ച ഭാഗത്താണ്. മറ്റൊരാളെ കളിയാക്കിയപ്പോൾ മറ്റൊരാൾ ഒരു പൊട്ടത്തരമാണ് ചെയ്തതെന്ന് നമ്മൾ പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ വളരുകയാണ് ചെയ്തത്, പക്ഷെ നമ്മൾ തകരുകയാണ് ചെയ്തത്. കാരണം മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിയെ കണ്ടിട്ട് ആ പ്രവൃത്തിയെ വിമർശിക്കുമ്പോൾ നമ്മൾ തകർച്ചയിലോട്ടാണ് പോകുന്നത്. മറ്റൊരാൾക്കല്ല നാശം ഉണ്ടാകുന്നത്, നമ്മൾക്കാണ് നാശം ഉണ്ടാകുന്നത്. കാരണം ആ പ്രവൃത്തിയിലൂടെ ആ വ്യക്തിക്ക് ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ആ വ്യക്തിയുടെ പ്രവൃത്തിയെ കണ്ടിട്ട് നമ്മൾ പ്രവർത്തിച്ചു. ശ്രദ്ധിക്കണേ, ആ വ്യക്തിയുടെ പ്രവൃത്തിയെ കണ്ടിട്ട് പ്രവർത്തിച്ചപ്പോൾ നമ്മൾ കാലത്തിൻ്റെ അടിമയായി. നോക്കണം, നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ ഈശ്വരനാക്കിയാണ് ചെയ്തത്. അത് ഏത് തരത്തിൽ ഈശ്വരനായിരിക്കും? അത് ആ ഈശ്വരനെ നമുക്ക് സാത്താൻ എന്ന് വിശേഷിപ്പിക്കാം. മനസ്സിലായോ? ഇത് സാത്താനാണ്. കാരണം നമ്മളുടെ സ്വരൂപത്തെ തെളിച്ചു കൊണ്ടുപോകുന്നതിന് പകരം നമ്മുടെ സ്വരൂപത്തെ കെടുത്തിക്കൊണ്ടുപോകുന്നതാണ്. അതാണ് സാത്താനെ സൃഷ്ടിക്കണേന്ന്. പക്ഷെ ഏത് രീതിയിലാണ് സൃഷ്ടി നടക്കുന്നത്? നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ സൃഷ്ടി സംഭവിക്കുന്നത്. അവിടെ ആ ഒരു വൃത്തികേടാണ് സൃഷ്ടിച്ചത്. മനസ്സിലായോ? നമ്മൾ മറ്റൊരാളെ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ മറ്റൊരാൾ ചെയ്ത പ്രവൃത്തി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ പ്രവൃത്തിയിലൂടെ കടന്നു പോവുകയാണ്. അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അവസ്ഥയിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു ഭാഗത്ത് നമ്മൾ എത്താതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധത അനുഭവത്തിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ഇതിന് നമ്മൾ യോഗ്യനാകത്തുള്ളൂ. സത്യസന്ധത അനുഭവത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ജീവിതം തെളിഞ്ഞു വരത്തില്ല. അതായത് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതല്ല, ഞാനെന്ത് ചെയ്യുന്നു. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ഓടിച്ചു, മറ്റുള്ളവർ ഇങ്ങനെ ഓടിച്ചു, ഞാൻ എങ്ങനെ ഓടിക്കുന്നു. അവരങ്ങനെയൊക്കെ ഓടിക്കുമ്പോഴും എൻ്റെ പ്രവൃത്തി എത്രത്തോളം അവരുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കാതെ എൻ്റെ പ്രവൃത്തിയിലൂടെ എത്രത്തോളം മംഗളമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് തുടരുന്ന കാര്യത്തിൽ നമുക്ക് അവസരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കും. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അപ്പോഴേ തുടരാൻ പറ്റത്തുള്ളൂ. ഈ അനുഭവത്തിൽ കയറി പിടിക്കണം. അനുഭവത്തിലാണ് കയറി പിടിക്കേണ്ടത്, സ്വത്തുക്കൾ ഉണ്ടാക്കാനല്ല. മനസ്സിലായി? അനുഭവത്തിൽ കയറി പിടിക്കണം.
അനുഭവത്തിൽ കയറി പിടിച്ചാൽ മാത്രമേ ജീവിതം തെളിഞ്ഞു വരത്തുള്ളൂ. അനുഭവത്തിൽ കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചലനത്തെ ശ്രദ്ധിക്കണം. നമ്മൾ ചലിക്കുന്ന ഭാഗം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നമ്മൾ ചലിക്കുന്നത് എന്തിൽ നിന്ന് ചലിക്കുന്നു? പ്രയാസത്തിൽ നിന്ന് ചലിക്കുന്നോ അതോ സൗകര്യത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ചലിക്കുന്നോ? എവിടെയാണ്? ആകാശത്തിൽ നിന്ന് ചലിക്കുന്നോ അതോ തിക്കുമുട്ടൽ, പ്രയാസം, മർദ്ദത്തിൽ നിന്ന് ചലിക്കുന്നോ? ആ ആകാശത്തിൽ നിന്ന് ചലിക്കുമ്പോൾ അതിന് നമ്മുടെ ശരീരത്തിൻ്റെ സവിശേഷതയെ ചലിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. ആകാശത്തിൽ നിന്നാണ് ചലിക്കുന്നത്, പക്ഷെ ആകാശത്തിലോട്ടല്ല നമ്മൾ പോകുന്നത്. പകരം ശരീരത്തിലോട്ട് ആ ചലനത്തെ കൊണ്ടുവരിക. സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന ചലനമായിരിക്കണം. ആകാശത്തിൽ നിന്ന് ഭാരത്തെ ചലിപ്പിക്കുന്ന ശക്തി. അവിടെ ഭാരം ഇല്ലായ്മ. അപ്പോൾ ആകാശവുമായിട്ടുള്ള ബന്ധം വളരെ അനിവാര്യമാണ്. അപ്പോൾ ആകാശമായിട്ടുള്ള ബന്ധമാണെങ്കിൽ എങ്ങനെയാണ് ഇത് ആകാശമായിട്ടുള്ള ബന്ധമാണെന്ന് എങ്ങനെയാണ് അനുനിമിഷം ഉറപ്പിക്കാൻ സാധിക്കുന്നത്? നമ്മൾക്ക് ഇന്ന ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമൊരു ഇച്ഛയാണ്. ലക്ഷ്യമൊന്നുമില്ല. ഇതിൻ്റെ ലക്ഷണമാണ്. ആഗ്രഹങ്ങളൊന്നുമില്ല. അവ പ്രകൃതിയാണ് തീരുമാനിക്കുന്നത്, പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തീരുമാനത്തിന് നമ്മൾ എവിടെയാണ് എതിര് നിൽക്കേണ്ടത്? എങ്ങുമില്ല. പ്രപഞ്ചം തീരുമാനിക്കുമ്പോൾ, പ്രപഞ്ചം പ്രവർത്തിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും ചെറിയൊരു കറക്ഷനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, എങ്ങുമില്ല. അപ്പോൾ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി, നമ്മളെ ചലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതിനു വേണ്ടിയിട്ട് തന്നെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിനു വേണ്ടിയിട്ട് തന്നെ. അത് ഇന്നതിനാണെന്ന് ഒരു സംശയത്തിൻ്റെ താല്പര്യം അവിടെ ജനിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണോ അതിനാണ്. അപ്പം ചലിക്കുന്നത് കൊണ്ട് മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത് ചലിക്കുക എന്നുള്ളത് കൊണ്ട്, ആ ചലിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ആവശ്യം. അത് ചലിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പൂർണ്ണത. അത് ഇതുകൊണ്ട് മറ്റൊന്നും സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അപ്പം ഇത് ചലിക്കുന്നുണ്ടോ? അത് ചലിക്കുന്നുണ്ട്. ചലിക്കുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നു? ഇല്ല. അങ്ങനെ ഒരു ഭാഗം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് വന്നു? ഒരു പോരായ്മ വന്നു. അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പോരായ്മ വരണം, എന്നാലേ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വേറിട്ട് സൃഷ്ടിക്കാൻ തുടങ്ങി. അന്വേഷിക്കുന്നവനുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് മാറി സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശ്വര്യം നഷ്ടപ്പെട്ടു. സ്ത്രീയെ കണ്ടപ്പോൾ സ്ത്രീത്വം നഷ്ടപ്പെട്ടു. ഈശ്വരനെ കണ്ടപ്പോൾ ഈശ്വര്യം നഷ്ടപ്പെട്ടു. ഐശ്വര്യം നഷ്ടപ്പെട്ടു. ആ ഈശ്വരനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ആരാ പറയണത്? എന്ന് പറയുന്ന ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര്യം നഷ്ടപ്പെട്ടു. സ്ത്രീയെ അന്വേഷിക്കുന്നവന് ഒരിക്കലും സ്ത്രീത്വം, ധനം അന്വേഷിക്കുന്നവൻ ഒരിക്കലും ധനികൻ ആകത്തില്ല. ധനം അന്വേഷിക്കുന്നവൻ ഒരിക്കലും ധനികനാകത്തില്ല, അവൻ ധന്യമാകത്തില്ല. ധന്യതയിലല്ല. സമാധാനം അന്വേഷിക്കുന്നവൻ ഒരിക്കലും സമാധാനത്തിലാകത്തില്ല. സമാധാനം അന്വേഷിക്കുന്നവൻ എന്നും അന്വേഷണത്തിലായിരിക്കും. അന്വേഷണം നിർത്താൻ സാധിക്കുന്നവൻ, അന്വേഷണം നിർത്തുമ്പോൾ അന്വേഷണം എന്ന് പറയുന്ന അനുഭവത്തെ നിർത്തുന്നവൻ
ജീവിക്കാൻ തുടങ്ങും. ധനത്തെ തേടുന്നവൻ ധനം തേടാതിരിക്കുമ്പോൾ അവൻ ധന്യമായി. ഈശ്വരനെ തേടാത്തവൻ ഈശ്വരനായി. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഞാൻ ദരിദ്രനാണെന്ന് തന്നെത്താൻ ഉണ്ടാക്കുന്ന, എന്നിൽ പോരായ്മ തന്നെത്താൻ ഞാൻ തന്നെ, ഞാൻ വന്നിട്ടാണ്. ഞാനിവിടെ നിന്നുണ്ടായി. ഞാനുണ്ടായത് നീയുള്ളത് കൊണ്ടാണ്. ഞാനുള്ളത് നീയുള്ളത് കൊണ്ടാണ്. നീയും ഞാനും ഒന്നാണെങ്കിൽ അവിടെ ഞാനില്ല. നമ്മൾ എന്തോ ചെയ്തു. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ഒരു മാറ്റം വരുത്തി. ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ഒരു മാറ്റം എവിടെയെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കിടക്കുന്നു ബൂംറാങ്. ഇതിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇത് ബൂംറാങ്. ഇത് തിരിച്ചു വരും. ബൂംറാങ്ങിൻ്റെ മലയാളം വാക്കെന്താ? യെസ്, ലൈറ്റ് പറയും. അല്ല, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയാറില്ലേ പണ്ട്? അത് അപ്പൊ അത് ആ ഒരു വാക്യം ശരിയെന്നാണോ? തീർച്ചയായിട്ടും. എന്തന്വേഷിക്കണം? എന്താണ് അന്വേഷിക്കേണ്ടത്? എന്തിനന്വേഷിക്കണം? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ അന്വേഷിച്ചു തുടങ്ങുമ്പോ, അല്ല അന്വേഷിക്കുമ്പോ നമുക്ക് ആ ഒരു കുറവുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ ഗോഡാണെങ്കിൽ ഗോഡിന്, അപ്പൊ ഗോഡായി മാറുന്നത് നമ്മൾ അന്വേഷണം നിർത്തുമ്പോഴാണ് നല്ലതാണ്. തീർച്ചയായിട്ടും. അന്വേഷണം നിർത്തുമ്പോൾ, അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അപാകത ഉള്ളത് കൊണ്ടാണ്. അന്വേഷിക്കണമെന്നുള്ള ത്വര വരുമ്പോൾ തന്നെ, അന്വേഷിക്കണം എന്നുള്ള താല്പര്യം വരുമ്പോൾ തന്നെ അവിടെ ഒരു അപാകത വന്നു. കാരണം ഇതിങ്ങനെ സമ്പൂർണ്ണമാണ്, 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 സർവ്വതുമായിട്ട് ലയിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു ഭാഗം എങ്ങുമില്ല. സർവ്വതുമായിട്ട് ലയിച്ച് ഒരുമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ ചലിപ്പിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള കാരണം കൊണ്ട് ചലിപ്പിക്കുന്നു. ആ കാരണത്തിന് അതിൻ്റെ കാരണം അറിയാം. അപ്പോൾ ഓരോന്നും ഞാൻ ചലിക്കുന്നു, അതാണ് അതിൻ്റെ കാരണം. അത്രയേ ഉള്ളൂ. ഞാൻ ചലിക്കുന്നു. എന്താണ് അവിടെ ഉള്ളത്? അത് ചലിക്കുന്നു. അത് ചലിക്കുന്നു. ഇപ്പോൾ ഇരുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ഇരുമ്പാണ്, സ്വർണം എഴുന്നേറ്റ് എന്ന് വെച്ചാൽ പറയാം ഞാൻ സ്വർണ്ണമാണ്. എവിടെയെങ്കിലും സ്വർണം എഴുന്നേറ്റ് എന്ന് വെച്ച് വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ പ്രകൃതി, പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം അതാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ഏതോ കാലഘട്ടത്തിൽ മനുഷ്യൻ എപ്പോഴോ മാറ്റം വരുത്തി. ഏതോ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരുടെ എവിടെയോ എപ്പോഴോ ഏതോ ഒരു തലമുറയുടെ ഭാഗത്ത് ഇവിടെ ഏതോ മാറ്റം വരുത്തി. ആ മാറ്റത്തിൻ്റെ അവസ്ഥ, നമ്മൾ വരുത്തിയ മാറ്റം ആണ് നമ്മളിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തലമുറകളായിട്ട്. നമ്മുടെ പൂർവികർ ആരോ എവിടെയോ എപ്പോഴോ ഈ അന്തരീക്ഷത്തിലൊരു മാറ്റം വരുത്തി, തെറ്റായ ഒരു മാറ്റം വരുത്തി. അതങ്ങനെ കാലങ്ങളായിട്ട് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. തിരിച്ച് ആ സ്റ്റെബിലിറ്റിയിലോട്ട് എത്തുന്നത് വരെ. മനസ്സിലായോ? നമ്മൾ എവിടെയും ശ്രദ്ധിച്ച് നോക്കിക്കോ. ഏത് പ്രവൃത്തി, ഒരാളെ നമ്മളൊന്ന് ഉപദ്രവിച്ച് നോക്കിക്കോ. ഒരാളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതം വെറുതെ പോകത്തില്ല. പിന്നെ എവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിക്കോ, എത്ര നിസ്സാരമായിക്കോട്ടെ, അത് ഒട്ടും കാണാത്തൊരു ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് വളർന്ന് ഭയങ്കര വലുതായിട്ട് വരും. അത് വളർന്ന് ഭയങ്കര വലിയ മലയായിട്ട് വരും. വളരെ ചെറിയൊരു കാര്യമാണ്. അന്വേഷണം അതുപോലെയാണല്ലോ, ഒരു കുറവാണല്ലോ ഡിറ്റക്ട് ചെയ്ത്. അതെ, ഇതെങ്ങനെ മനസ്സിലായ ഒരു കുറവുണ്ട് എന്നുള്ളത്. അതെ, അത് അന്വേഷിച്ച് വലിയൊരു കുറവായിട്ട് കാണും. മനസ്സിലായോ? അത്രേ കാണത്തുള്ളൂ.
പക്ഷെ അത്രയും കണ്ടപ്പോഴെങ്കിലും, ഇത്രയും വലിയൊരു കുറവായിട്ട് കണ്ടെങ്കിലും അപ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഇത്രയും വലിയൊരു കുറവ് കണ്ടുപിടിച്ച് ഇതാരാ കണ്ടുപിടിച്ചത്? എൻ്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? അതായത് ഈ പ്രപഞ്ചത്തിൽ വേറൊരു പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. മനസ്സിലായി? ഈ പ്രപഞ്ചത്തിൽ വേറൊരു പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ തീരുമാനത്തിൻ്റെ ഭാഗം. ഈ പ്രപഞ്ചത്തിൽ വേറൊരു പ്രപഞ്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പ്രപഞ്ചം അനുവദിക്കത്തില്ല. മനസ്സിലായി? പ്രപഞ്ചം അനുവദിക്കത്തില്ല ഒരിക്കലും. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയാൽ, നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുക, ഹിറ്റ്ലർ, നെപ്പോളിയൻ, അലക്സാണ്ടർ, ഇതെല്ലാം എല്ലാ രാജ്യവും നോക്കുന്നത് എന്താണ്? എല്ലാ മതങ്ങളും നോക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഗ്രൂപ്പ് ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. എന്നിട്ട് ഏതെങ്കിലും ഗ്രൂപ്പ് നിലനിൽക്കുന്ന ഭാഗം ഉണ്ടാകും? നിലനിൽക്കത്തില്ല, ഒരു സംശയവും വേണ്ട. നമ്മൾ നിലനിർത്താൻ നോക്കിയാൽ നമ്മൾ നിലനിൽക്കാൻ കാണുള്ള വ്യവസ്ഥയുടെ ബന്ധം വിട്ടുപോവുകയാണ്. നമ്മളിൽ നാശമുണ്ടായിട്ടാണ് നമ്മളെ നിലനിർത്താൻ നോക്കുന്നത്. നമ്മൾ നിലനിൽക്കുന്ന ഭാഗം കണ്ടെത്തി കഴിഞ്ഞാൽ അനശ്വരമാണ്. വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് സപ്പോർട്ടാ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോ ഒന്നുമില്ല. ആ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുമ്പോഴൊന്ന് കൊണ്ടുവന്ന്, ഉണർന്നത് എന്താണ്? ഈ ഉണരുക എന്ന് പറയുന്നത് എന്താണ്? ഉണരുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൽ ഒന്നുകൂടി സൃഷ്ടിക്കപ്പെട്ടു. ഉണരുക എന്ന് പറയുന്നത് ഒരു പുതിയൊരു സംഭവം സൃഷ്ടിച്ചോടെ അത് മരിക്കുകയും ചെയ്തു. രാത്രി ഉറങ്ങിയപ്പോൾ അത് മരിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു നോക്കണേ. നമ്മൾ ഉണർന്നപ്പോൾ പുതിയൊരു സൃഷ്ടി സംഭവിച്ചു, ഉറങ്ങിയപ്പോൾ അത് മരിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഉണർച്ചയും ഉറക്കവും ഇല്ലാത്തൊരവസ്ഥയെ കണ്ടേ? ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. നാമമാത്രമായിട്ടുള്ളത് ജനിക്കുകയും അത് മരിച്ചു പോവുകയും ചെയ്യുന്നത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ, നാമമാത്രമായിട്ടുള്ള ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ഈ അന്തരീക്ഷം ജനനത്തിനും മരണത്തിനും സൂട്ടബിളാണ്. സൂട്ടബിളാണ്. അങ്ങനെ ജനനവും മരണവും സ്ഥിരവും കണ്ടുകൊണ്ടിരിക്കുക. സ്ഥിരം ജനനവും മരണവും. ഇപ്പം ഇവിടെ ഗ്രൂപ്പിൽ ഇവിടെ ഇപ്പം നമുക്കതിൻ്റെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഭാഗം ഇവിടെ കാണാം. വണ്ടർഫുൾ ലിവിങ്. ക്ലബ് ഹൗസിൽ റൂമിട്ട് അവിടെ 10 പേര് വന്ന് സംസാരിച്ചു. അവിടെ ജനനമാണ്. ശ്രദ്ധിക്കണം, അപകടം മനസ്സിലാക്കണം. ഓരോരുത്തരും സംസാരിക്കുന്നു. ഇതെല്ലാം ജനനമാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കാതെ, ഇതിൻ്റെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകരുത്. ഒരു കാരണവശാലും ഒരു ഇമ്പ്രഷൻ ഉണ്ടാകരുത്. നമ്മൾ പ്രവർത്തിച്ചു കടന്നു പോവുകയാണ്, എൻ്റെ ഇമ്പ്രഷൻ ഉണ്ടാകും. ആരൊക്കെ സംസാരിച്ചു, ആരാണ് സംസാരിച്ചത്, ഇല്ല, ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആരാണ് സംസാരിച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സംസാരിച്ചു. നമ്മൾ ഇരുട്ടിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, നമ്മൾ ഇരുട്ടത്ത് കൂടിയാണ് നടന്നു പോകുന്നതെങ്കിലും ഏറ്റവും സിമ്പിളാണ് നന്നായിട്ട് ജീവിക്കാനുള്ള എളുപ്പമാർഗം ഇരുട്ടത്ത് നടന്നു പോകുന്ന അല്ലേ? ഇരുട്ടത്ത് നടന്നു പോകുന്നതാണ് ഏറ്റവും സിമ്പിൾ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ഭയാനകരമായിട്ടുള്ള മനുഷ്യജന്മത്തിൻ്റെ സവിശേഷതകൾക്ക് യാതൊരു സ്ഥാനം കൊടുക്കാത്ത ഈ മനുഷ്യ കൂട്ടായ്മയുടെ ഇടയിൽ കണ്ണുടച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണുടച്ച് നടക്കുന്ന. അങ്ങനെ കണ്ണടച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കാഴ്ച ഇല്ലാണ്ടാക്കണം. പക്ഷെ കണ്ണില്ലാണ്ടാക്കിയല്ല, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാണ്ടാക്കണം. അത് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്താണ്? കാഴ്ചക്കാരൻ അവിടെ ജനിക്കണം, ഉണരണം. കാണുന്നവനാരാണ് ആ വ്യക്തി ഉണർന്നാൽ മതി. പിന്നെ കാഴ്ചയില്ല. അപ്പോൾ നമ്മൾ ഇരുട്ടിലായി.
ഇരുട്ടിൽ തെളിച്ചമുണ്ടെങ്കിൽ ജീവിതമുണ്ട്. നമ്മുടെ കാൽപാദത്തിൽ കണ്ണുണ്ട്. കാൽപാദത്തിലെ കണ്ണ് നമുക്കൊരിക്കലും മെമ്മറി തരത്തില്ല. കാൽപാദത്തിലെ കണ്ണ് ഒരിക്കലും നമുക്ക് മെമ്മറി തരത്തില്ല. ഒരിക്കലും സ്റ്റോർ ചെയ്യാനൊന്നും പറയത്തില്ല. കാൽപാദത്തിൽ കണ്ണുണ്ട്, തുറക്കണം. അപ്പോഴല്ലേ അനുഭവത്തിൽ തെളിച്ചുകൊണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് അനുഭവത്തിൽ തെളിച്ചുകൊണ്ടാകുന്നത്. അനുഭവത്തിൽ തുടരുമ്പോൾ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൃഷ്ടിയാണിത്. നമ്മുടെ ജന്മത്തിൻ്റെ സവിശേഷത എന്താണ്? ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൃഷ്ടിയാണ് നമ്മൾ. ഇതിനെ ഇവിടെ തലമുറകളായിട്ട് ഏതോ നമ്മുടെ എത്രയോ 10, 100, 500, 1000 തലമുറക്ക് മുമ്പ് ചെയ്ത മിസ്റ്റേക്കാണ് നമ്മൾ ഈ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. 1000 തലമുറ മുമ്പായിരിക്കും ചിലപ്പോൾ. ഒരു സംശയം വേണ്ട. എവിടെയോ ഏതോ കാലഘട്ടത്തിൽ വരുത്തിയ മിസ്റ്റേക്കാണ് നമുക്ക് ഈ ശരീരത്തിൽ മര്യാദക്ക് ഈ അത്യാധുനികതയുടെ അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല. ആ അനുഭവത്തെ തെളിച്ചെടുക്കുമ്പോൾ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും അനന്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒത്തൊരുമിച്ച് എന്നുള്ള ഭാഗം പോലും ഇല്ലാണ്ടാവും. ഇതൊന്നേ ഉള്ളൂ. ഇത് പ്രപഞ്ചത്തിൻ്റെ ഫേസാണ്. മനസ്സിലായോ? പ്രപഞ്ചത്തിൻ്റെ മുഖമാണിത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഓരോ വ്യക്തിയും എപ്രകാരമാണ്? കാരണം ശൂന്യതയിലോട്ട് നമ്മുടെ ശരീരം വികസിക്കുന്നു. ശരീരത്തിലോട്ട് ശരീരം ചുരുങ്ങുന്നു. ചുരുങ്ങി ചെന്നിട്ട് ശരീരം അവിടെ ഇല്ലാണ്ടാകുന്നു. വീണ്ടും ഇത് ഈ ശരീരത്തിൽ മൊത്തത്തിൽ ശൂന്യത തന്നെയാണ്. ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ മൊത്തം ഒന്ന് തന്നെയാണ്. അല്ലാണ്ട് ഇതിനകത്ത് വേറിട്ട് 2, 3, 4 ഒന്നുമില്ല. സർവ്വതുമായിട്ട് അനുനിമിഷം നമുക്ക് സർവ്വതുമായിട്ട് ലയിച്ചിരിക്കുവാനുള്ള അവസരം. കാണുന്നതും കേൾക്കുന്നതും ഒന്നിനെയും വിധിക്കാതെ എല്ലാം സർവ്വതും ഇങ്ങനെ സാവകാശം. സർവ്വതുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം മനസ്സിലായോ? കൺഗ്രാജുലേഷൻസ് കൊടുത്തേ. അപ്പം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പർപ്പസ്. പലരും ചോദിക്കുന്നതാണ് പർപ്പസ്. ഒരു പർപ്പസും ഇല്ല. ദെയർ ഈസ് ഓൺലി വൺ യൂണിവേഴ്സ്. പക്ഷെ ഇതിങ്ങനെയാണ്, അതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ലക്ഷ്യമെടുക്കുമ്പോൾ നമ്മൾ ലക്ഷണത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ആ പ്രോസസ്സാണ്, സൃഷ്ടിയുടെ പ്രോസസ്സാണ് അവിടെ കാണേണ്ടത്.
നമുക്ക് കാണാൻ കിട്ടുന്നത് എന്താണ്? സൃഷ്ടി സംഭവിക്കുന്നു, അല്ലാത്ത വേറെ ഒന്നുമില്ലടാ.